ആവേശം ഡയറക്റ്റഡ് ബൈ ജിത്തു മാധവൻ. രോമാഞ്ചത്തിന്റെ അതേ ഫീലിൽ രോമാഞ്ചത്തോടെ കണ്ടുവീർക്കാൻ പറ്റിയ ആവേശമുള്ളൊരു കിടിലം പടം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇതുപോലൊരു ഔട്ട് ആൻഡ് ഔട്ട് തുടക്കം മുതൽ അവസാനം വരെ എന്റർടൈൻമെന്റ് സ്റ്റഫ് കൊണ്ട് നിറച്ചിട്ടുള്ള അടി ഇടി വെടി കോമഡി മ്യൂസിക് എല്ലാം ചേർത്തുള്ള ഒരു കംപ്ലീറ്റ് പാക്കാണ് ഈ സിനിമ. ഗംഭീരമായിട്ടുള്ളൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്. അതായത് നമ്മുടെ ചോട്ടാ മുംബൈ എന്നുള്ള സിനിമയൊക്കെ ഇല്ലേ, അതൊക്കെ 2024 ഇപ്പോഴത്തെ സ്റ്റൈലിൽ മേക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടാകും, അതുപോലൊരു കിടിലം പടം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതിനേക്കാളും മുമ്പ് 2024 മലയാള സിനിമ എന്ന് പറയുന്നത് ശരിക്കും ടൊയോട്ടോ ക്വാളിസിന്റെ ഒരു ഏറും കളിയായിരിക്കും കേട്ടോ. ഈ പടത്തിൽ ഒരു ക്വാളിസ് ഉണ്ട്, കിടിലം വണ്ടിയായിരുന്നു. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കഥാപാത്രം നമ്മുടെ ഫഹദ് ഫാസിലാണ്, രംഗണ്ണൻ. ഇവരെ കൂടാതെ ഹിപ്സ്റ്റർ, മിഥുൻ, റോഷൻ, പിന്നെ നമ്മുടെ സജിൻ ഗോപു, അതുകൂടാതെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഡ്രൈവർ, ഒരു വയസ്സായിട്ടുള്ളൊരു ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ മൻസൂർ അലി ഖാൻ ഉണ്ട്, പിന്നെ കോളേജിൽ ആശിഷ് വിദ്യാർത്ഥി, പിന്നെ കുറേ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ. സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു അതിഗംഭീര പടമാണ്. അതായത് യൂത്ത് ചെക്കന്മാർക്ക് തിയേറ്ററിൽ പോയിട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു കിടിലം വൈബ് പടം. സിനിമയുടെ ടീസർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ബാംഗ്ലൂരിലാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാംഗ്ലൂരിൽ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന 3 മലയാളി കുട്ടികൾ. അപ്പോൾ അവിടെ നിറച്ചും മലയാളികൾ തന്നെയാണ് ആസ് യൂഷ്വൽ. എന്നിട്ട് ഈ കോളേജ് ആകുമ്പോഴത്തേക്ക് അറിയാലോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. ഈ സിനിമയിൽ ധാരാളം അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ട്. റാഗിങ്, അടി ഇടി, പിന്നെ വെള്ളോടി, പുകവലി, ഹോസ്റ്റലത്തെ കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങൾ ഉള്ളത്. അതായത് നമ്മുടെ മിഥുനും റോഷനും ഹിപ്സ്റ്ററും. അപ്പോൾ ഇവർക്ക് നേരെ ഉണ്ടാകുന്ന എന്താണ് ചില അറ്റാക്കും അല്ലെങ്കിൽ റാഗിങ്ങും ഇവർ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ചില കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത് കോളേജിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഈ കുട്ടികൾ എടുക്കുന്ന എന്താണ് ചില തീരുമാനങ്ങളും അത് നമ്മുടെ രംഗൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് ഇവർ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. രംഗന്റെ കഥാപാത്രം വന്നതിന് ശേഷം ഈ സിനിമ ഒരു മൊത്തത്തിൽ ഒരു ഫഹദ് ഫാസിൽ ഷോ തന്നെയാണ്. അതായത് ഫഹദ് ഫാസിലിന്റെ ഇതുവരെയുള്ള എന്താണ് കഥാപാത്രങ്ങളിലെ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുന്നത്, ഇപ്പോൾ ഈ ഷമ്മി എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കില്ലേ, അതുപോലെ ഓർക്കാൻ വേണ്ടി പറ്റിയ ഒരു ഐക്കോണിക് ക്യാരക്ടറാണ് ഇതിലെ രംഗൻ എന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള കഥാപാത്രം. അതായത് അദ്ദേഹത്തിൻ്റെ മാനർസം ആണെങ്കിലും സ്റ്റൈലാണെങ്കിലും ലുക്കാണെങ്കിലും സംഭാഷണമാണെങ്കിലും അതിൽ നമ്മുടെ ഈ മറ്റേ മമ്മൂട്ടിയൊക്കെ ചില സിനിമയിൽ കന്നഡ മലയാളം മിക്സ് ആയിട്ട് പറയുന്ന ഒരു ടോണില്ലേ, അതേ ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് ഫഹദ് ഈ സിനിമയിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫഹദിൻ്റെതായിട്ടുള്ള സ്റ്റൈലാണ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. കന്നഡ ഡയലോഗ് പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ബോറായി തോന്നില്ല. ശരിക്കും ഒരു ടിപ്പിക്കൽ കന്നഡക്കാരൻ സംസാരിക്കുന്ന പോലെ തന്നെ അദ്ദേഹം പിടിച്ചു പോയിട്ടുണ്ട്. ഒരു കന്നഡക്കാരൻ മലയാളം സംസാരിച്ചാൽ എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം മലയാളവും പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ ഹിന്ദിയും ചില സ്ഥലങ്ങളിൽ മറ്റു ചില ഭാഷകളൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഫണ്ണി ആയിട്ടാണ് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന്റെ കഥാപാത്രം ഈ ഔട്ട് പുറമേ കാണുന്ന ഈ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ആ ഗുണ്ട ലുക്കും ഇതിനൊക്കെ ഉപരി ഈ കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന ചില ഭാഗങ്ങളും ഈ സിനിമയിലുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മൾ പുറമേ ഇങ്ങനെ ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരുടെയൊക്കെ ഉള്ളിലെ എന്താണ് ഇമോഷൻ, അവരുടെ ശരിക്കുള്ള ഇമോഷൻ, അവരെ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ വന്ന് ആ ഒരു തോന്നലുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഈ കഥാപാത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരത് പുറമേ കാണിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. ആ ഒരു ആംഗിളിൽ ഈ കഥാപാത്രത്തിന്റെ അവതരണവും ഈ കഥാപാത്രത്തിന്റെ ഡെവലപ്മെന്റും അവസാനം ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ രംഗൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഉണ്ട്. അത് നിങ്ങൾ ശരിക്കും തിയേറ്ററിൽ പോയിട്ട് ഫീൽ ചെയ്യുക. ഏറ്റവും അവസാനത്തെ സീനിൽ, അതായത് അത്രയും നേരം നമ്മൾ ഫുൾ വൈറ്റിൽ കണ്ട ഫഹദ് ഫാസിൽ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു സീൻ ഉണ്ട് പോലെ, അത് ഗംഭീരമായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഫഹദിന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് പിടിച്ചത് നമ്മുടെ സജിൻ ഗോപുവാണ്. അതായത് രോമാഞ്ചത്തിലെ നമ്മുടെ ചേട്ടനില്ലേ, ആ കഥാപാത്രത്തിന്റെ പേര് അമ്പാട്ട് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അമ്പാട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ അമ്പാടിയുടെ ഫൈറ്റ് അതിഗംഭീരമായിരുന്നു. ഫൈറ്റ് മാത്രമല്ല, ഈ ചെങ്കയുടെ ചില മാനേഴ്സുകളും ചില കോമഡികളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓർത്തോർത്ത് ചിരി വരും. അതിലും ഗംഭീര ഫൈറ്റ് ചെയ്തൊരു ചേട്ടനുണ്ട്, ഡ്രൈവർ, ഒരു വയസ്സായിട്ടൊരു ചേട്ടനുണ്ട്. എൻ്റെ മോനെ യജാതി ഇടി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ വയസ്സായിട്ടുള്ള ആ മാമൻ അമ്മാതിരി ഇടിക്കുന്നു. ഇടി എന്നെല്ലാം പറഞ്ഞാൽ ഗംഭീര ഇടി. ഇത് കൂടാതെ 2 ഹിന്ദിക്കാർ ചെക്കന്മാരുടെ ഇടി, അത് ഗംഭീരമായിട്ടോ. നമ്മൾ വിചാരിക്കും ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇടി എന്നാൽ നമുക്ക് ശരിക്കും ആവേശം വരും. ഇത് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് ആവേശം കയറി വരുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ഇടിയായിരുന്നു കേട്ടോ, സൂപ്പർ ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ അതായത് സിനിമയുടെ അവസാനത്തോട് അടുക്കുന്നതിന് വരെ ഫഹദ് ഫാസിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം ഫഹദിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട് മോനെ, അത്രയും നേരം ഇയാൾ ആരെ ഇടിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന നമ്മൾ ഫഹദിൻ്റെ ഒരു ഇടി വരുന്ന സമയത്താണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഈ സിനിമയുടെ ടൈറ്റിൽ ആവേശം കയറി വരുന്നത് ആ ഒരു സമയത്താണ്. പിന്നെ ഇത് കൂടാതെ അതിൻ്റെ മ്യൂസിക് സെക്ഷൻ ഗംഭീരമാണ് കേട്ടോ. മ്യൂസിക് കൊണ്ട് ഈ സിനിമയെ എലവേറ്റ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. സമീർ താഹിറാണ് സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഓർമ്മിച്ച് വെക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഈ സിനിമയിൽ, അതായത് ബാംഗ്ലൂർ ഡേയ്സിൽ ഫൈനൽ റേസിംഗ് ട്രാക്കിലേക്ക് പോകാനായിട്ട് ദുൽഖർ സൽമാൻ ഇങ്ങനെ ഹെൽമെറ്റ് എടുത്ത് വരുന്ന ഒരു സീനുണ്ട്. അത് ബാക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഷോട്ട് ഉണ്ട്. എക്സാക്ട് അതേപോലത്തെ ഒരു ഷോട്ട്
ഫഹദ് ഫാസിൽ വേറൊരു ഗെറ്റപ്പിൽ വരുന്ന ഒരു സീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. ആ ഗെറ്റപ്പ് സൂപ്പർ ആയിരുന്നു. ആ ഹെയർ കട്ടും അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. ഓർണമെന്റ്സ് അടിപൊളിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഡാൻസ് ആണെങ്കിലും സിനിമയുടെ മൊത്തത്തിലുള്ള കളർ ടോൺ ആണെങ്കിലും ശ്രീക് വാര്യറാണ് ഈ സിനിമയുടെ കളർ ടോൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ നമുക്കത് അടിച്ചു പൊളിക്കാൻ പറ്റിയ സിനിമയുടെ പേര് പോലെ തന്നെ ആവേശം ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആവേശം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയുടെ ക്യാമ്പസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ക്യാമ്പസ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണ്, ഈ സിനിമയുടെ തമാശകളാണ്. അതായത് ഈ രോമാഞ്ചത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് കോമഡി ഇല്ലേ, സെയിം കോമഡിയാണ് ഈ സിനിമയിലും അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരിക്കലും വല്ലാണ്ട് ഇങ്ങനെ ചളിച്ച് പണ്ടാരടക്കുന്ന ടൈപ്പ് കോമഡി അല്ല, ഒരു നിലവാരമുള്ള അത്യാവശ്യം ചിരിക്കാൻ പറ്റിയ ടൈപ്പ് കോമഡിയാണ്. വെർബലായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കിടിലം പ്രകടനം കേട്ടോ. അന്ന് ഇത് ഒന്നുകൂടി കാണാൻ വേണ്ടി തോന്നും. ഞാനിപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. ഇത് ഏത് രീതിയിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കണം എന്നറിയില്ല. അതിഗംഭീരം. അതായത് ഇങ്ങനൊരു ഫഹദ് ഫാസിലിനെ ഞാൻ മറ്റൊരു സിനിമയിലും കണ്ടിട്ടില്ല. ഇടയ്ക്ക് നമുക്ക് സൈക്കോ ആണെന്നൊക്കെ തോന്നിപ്പോവും. ക്ലൈമാക്സിലോടൊക്കെ അടുക്കുന്ന സമയത്ത് ഈ വീട് മൊത്തം അടച്ചിട്ടിട്ട് ഈ ചങ്ങാടി ഒരു പ്രകടനമുണ്ട്. എൻ്റെ മോനെ പെട്ടെന്നൊക്കെ ഷംബിയൊക്കെ ഓർമ്മ വരും. സൂപ്പറായിരുന്നു. പിന്നെ സിനിമയുടെ ഫൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിത്തു മാധവൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മേക്കിംഗ് ആട്ടോ പടത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി വെച്ചാൽ അത് ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. ചെങ്ങായിക്ക് നല്ല പണി അറിയാം. അതായത് ഇയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് മികച്ച സിനിമകൾ നമുക്ക് ഉണ്ടാവട്ടെ. പിന്നെ ഫഹദിന്റെ നിങ്ങൾ ടീസറിൽ കണ്ട ഒരു സീനില്ലേ, അതായത് ഒരു ടീ ഷോപ്പിൽ നിന്ന് ഈ ചങ്ങായി വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചാടി ഇറങ്ങുന്ന ഒരു സീനില്ലേ, ആ ഭാഗത്ത് ഒരു ഫൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോനെ എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ അവസാനം നായിൻ്റെ പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. അത് കിടലായിരുന്നു കേട്ടോ. ചിരിച്ച് തുള്ളിപ്പോവും. സൂപ്പറായിട്ടുള്ള ഒരു പടം. അപ്പോൾ തിയേറ്ററിൽ പോവാ, എൻജോയ് ചെയ്യുക. ആവേശം തന്നെയാണ് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ ആവേശം കൊണ്ട് കാണാൻ പറ്റിയൊരു പടമാണ് ആവേശം. ഇന്റർവെൽ ബ്ലോക്ക് കിടിലായിരുന്നു കേട്ടോ. സൂപ്പർ ഇന്റർവെൽ ബ്ലോക്ക് ആയിരുന്നു ആ ഒരു ഹോളി ആഘോഷം. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക, ആവേശം കൊള്ളുക, തുള്ളുക, അടിച്ചു പൊളിക്കുക. ആവേശം, രംഗന്റെ ആവേശമാണിത്. ബൈ. മോനെ